അജയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ലേ? ഇനി എന്താ നിന്റെ ലൈൻ ക്ലിയർ? വേഗം വാ, നമുക്ക് ഗീതന്റെ കാണാൻ പോവാം. മാറിയേ, എന്താ ഇത്ര താമസം? വേഗം ആവട്ടെ. എടാ പാച്ചു, വേഗം ഒരു ഡ്രസ് ചേഞ്ച് ചെയ്യിപ്പിച്ചേ. ഹോട്ട് വാട്ടർ റെഡി. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ വരുന്ന പ്രശ്നമേ ഇല്ല. ഹലോ, നീ അകത്തുനിന്ന് കുറ്റിയൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞങ്ങൾ നല്ലോണം വെളിയിൽ നിന്ന് പൊട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം അറിയണം. നീ ഗീതന്റെ കാണാൻ വരുന്നോ ഇല്ലയോ? ഇല്ല, ഞാൻ വരുന്നില്ല. പറയുന്നേക്ക്. കുറെ കാലായി ഞങ്ങൾ ഇത് കേൾക്കുന്നത്. ഇപ്പൊ ശരിയാവുന്നു. എന്നിട്ട് ഇതുവരെ വല്ല ശരിയായോ? ഇപ്പൊ ബാത്റൂമിൽ തന്നെ കിടക്കുന്നതാണ് നല്ലത്. Come on guys, let's go. ഞാനൊന്ന് പറയട്ടെ. ഇതൊക്കെ എന്തിനാ? ആന്റിക്ക് ഗിഫ്റ്റാ. പോടാ. അയ്യോ. ആന്റി, അജയ്ക്ക് എൻഗേജ്മെന്റ് ആയെന്ന് കരുതി ഒട്ടും ഫീൽ ചെയ്യണ്ട. ഞങ്ങളുടെ ആരെയുണ്ട്, അവൻ കെട്ടിക്കോളും. ഞങ്ങളുടെ അങ്കിൾ എത്ര നല്ലവനാണെന്ന് അറിയാമോ? ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ വാങ്ങിത്തരും. ഹോംവർക്ക് വരെ ചെയ്തേനും. പ്രോമിസ്. ആന്റി, നിങ്ങളെ എന്റെ അങ്കിളിന് എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? ഞാനൊന്ന് പറയുന്ന ആന്റി ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതിന് പകരം അങ്കിളിന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതി. ഇഷ്ടമാണെന്ന് പറയാൻ ഇവിടെ എന്താ സംഭവിച്ചിട്ടുണ്ട്? എല്ലാം പൊട്ടിക്കിടക്കുന്ന കട്ടില്. ശരിയാണല്ലോ. അജിയുടെ ഫാദർ അയച്ച ആളുകൾ വന്നിരുന്നു. വാർണിംഗ് തന്നിട്ട് പോയി. എന്തിനാ വന്നത്? എന്റെ തോൽവി കണ്ട് ആസ്വദിക്കാനാ? എല്ലാം നിങ്ങൾ വിചാരിച്ച പോലെ നടന്നല്ലോ. ഞാൻ തോറ്റില്ലേ? ഇപ്പൊ സന്തോഷമായല്ലോ. അജയെ ഒഴിവാക്കാനായിരുന്നല്ലോ ആഗ്രഹം. എന്നെ അജയിൽ നിന്നും അകറ്റി. ഇപ്പൊ സമാധാനമായല്ലോ. ഞാനുള്ളപ്പോ നീ തോൽക്കാൻ പാടില്ല. നിനക്ക് അജയനെ വേണം, അത്രയല്ലേ ഉള്ളൂ. അതല്ലടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇല്ലെങ്കിൽ എന്റെ ലൈഫ് സ്പോയിലായി പോകും. അവളൊരു ഫ്രോഡാണെന്ന കാര്യം നിനക്കറിയില്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഫോൺ വെച്ചൊരു പാട്ടിന് പോടാ. എന്നെ കൊടുത്ത ഭ്രാന്തരാക്കരുത്. ഹലോ, MP രാമേന്ദ്രനോ? എപ്പോ എത്തി? ഫാമിലി ഉണ്ടോ? എവിടെ? ഗസ്റ്റ് ഹൗസിലോ? ഗസ്റ്റ് ഹൗസിലേക്ക് കാർ അയക്കടാ. നമസ്കാരം. അങ്കിൾ, ആ ആര്യ, ലവർ ഓഫ് ഗീത. ലവർ എന്ത് ചോദിച്ചാലും നമ്മളത് സാധിച്ചു കൊടുക്കണമല്ലോ. ഗീത അങ്കിളുടെ മകനെ ചോദിക്കുന്നു. കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. ഞാൻ കുറച്ച് ബിസിയാ, പിന്നീട് സംസാരിക്കാം. വയ്ക്കോ. സാറ് ബിസിയാണ്, പിന്നെ വിളിക്കും. ചെറിയ പയ്യനാ നീ. എന്നെ കുറിച്ച് നിനക്കറിയില്ല. ഫംഗ്ഷൻ വെറുതെ ഡിസ്റ്റർബ് ചെയ്യരുത്. പോ. ഫംഗ്ഷൻ ഡിസ്റ്റർബ് ചെയ്യരുത് ഞങ്ങൾ പറഞ്ഞു കേട്ടില്ലേ? നിങ്ങളുടെ ഫംഗ്ഷൻ നടക്കട്ടെ. എനിക്ക് അജയനെ മാത്രം കണ്ടാൽ മതി. ഓക്കെ?
കമോൺ ബോസ്, ഹറി അപ്പ്. ഗീത ബോസിനെ വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞു. ഗീത ബോസിനെ ഇങ്ങനത്തെ ഹോസ്റ്റലിലിരിക്കുക. പെട്ടെന്ന് പോയില്ലെങ്കിൽ ഗീതയുടെ കാര്യം ആകെ കുഴപ്പത്തിലാവും. എനിക്കറിയാം ബോസ്, എന്നെ കാണുന്ന പോലും ഇഷ്ടമല്ലാന്ന്. പിന്നെ എങ്ങനെയാ ഞാൻ സഹായിക്കുന്നത് ഇഷ്ടപ്പെടാം അല്ലേ? വരുന്നില്ലെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, എനിക്കൊരു കുഴപ്പമില്ല. അതേപോലെ ഞാൻ ഗീതയോട് ചെന്ന് പറഞ്ഞോളാം. നോക്ക് ബോസ്, നമുക്ക് 5 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. അവർ ഏത് സമയവും നമ്മൾ അറ്റാക്ക് ചെയ്യും. എന്ത് വേണമെന്ന് പെട്ടെന്ന് തീരുമാനിച്ചോളണം. എന്താ ഇത്? എന്താ നീ ചെയ്യുന്നതെന്ന് നിനക്കറിയോ? എനിക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അവൾ എപ്പോഴും സന്തോഷമായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. ഇതെന്താ ചേച്ചേ, കൈയെടുക്ക്. ഗീത ഞാൻ കണ്ട മോശമാ. ഔട്ട്. Thanks, boys. Thank you very much. Thank you. Bye.